അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് ശരിക്കും നിങ്ങളോട് എന്താണ് ഉള്ളത്, ലവ് ആണോ, ലെസ്റ്റ് ആണോ, ട്രൂ ഫീലിങ്സ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കറണ്ട് എനർജി റീഡിംഗ് ആണ്. ഈ ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് കറണ്ട് എനർജി റീഡിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ അടുത്ത് എന്താണ് എന്നാണ് നമ്മൾക്ക് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് പേരുടെ നല്ല നെഗറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. 2 പേരുടെ എനർജി എടുക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തി, കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഭയങ്കര ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തിരി കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതിലൊരു തിരി നല്ല പ്രകാശിച്ചിട്ടിരിക്കുന്നുണ്ട്, ഒരു തിരി ഭയങ്കരമായിട്ട് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ എനർജി ഭയങ്കര ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചില റെഡ് ഫ്ലാഗ്സുകൾ യൂണിവേഴ്സായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് പാത്തിൽ കൂടി അല്ല, പോകുന്ന എനർജി ഒട്ടും റൈറ്റ് പാത്തിൽ കൂടി അല്ല എന്നാണ് കാണിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു റെഡ് ഫ്ലാഗ്സ്, അത് കുറച്ച് വാണിംഗ് ആയിട്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന നല്ല നല്ല സൗഭാഗ്യങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിഷമത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും നല്ല ഓഫേഴ്സുകൾ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് വേണ്ട, എനിക്കിതൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട്. പക്ഷേ അതിൽ കുറച്ച് യൂണിവേഴ്സ് അവിടെ വളരെ ദുഃഖിതമാണ്. നിങ്ങളുടെ കാര്യത്തിൽ വളരെ ദേഷ്യമാണ് കാണിക്കുന്നുണ്ട്. അതൊന്ന് സൂക്ഷിക്കാം. നിങ്ങളുടെ എനർജി നിങ്ങളൊന്ന് ഒരപ്പാക്കി കൊണ്ടുവരാനായിട്ട് സൂക്ഷിക്കണം. കാരണം ഈ ഒരു ലോ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ ഒട്ടും നിങ്ങൾക്ക് ഓറാ പവർ തന്നെ കാണിക്കുന്നില്ല. ഇങ്ങനെ ലോ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പ്രപഞ്ചത്തിന് പോലും അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് ഒരു അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ടായിരിക്കാം. ഇവിടെ കറൻ്റ്ലി പറയുവാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിൽ നിങ്ങളുടെ അടുത്ത് ചില സമയത്ത് നല്ല രീതിയിൽ ഒരു ആഗ്രഹം വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വരണം. ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ എനർജിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. നോ കോണ്ടാക്ട്, അതായത് നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾക്ക് ഇനിയും ഒരു റീയൂണിയൻ ഇതിൽ പ്രതീക്ഷിക്കാം. കാരണം നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇനിയും ഒരു ഒരു റീകോണ്ടാക്ട്, ഒരു റീയൂണിയൻ ഉണ്ടായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് മാത്രമാണ് ഉള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അയാളുടെ ഭാഗത്തു നിന്നൊന്നും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ളത് പ്രണയം അല്ല, പ്രണയം കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരിക്കലും പ്രണയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഈ പ്രണയം എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്, സ്നേഹം എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഈ പ്രണയത്തിന് അവിടെ വാല്യൂ ഉള്ളത്. പ്രണയം കഴിഞ്ഞ് അതൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അവസാനിച്ചു പോകും ഒരു സമയത്ത്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് പ്രണയമായിട്ട് ചുരുക്കി പറയാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ആയിരിക്കും. അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്, തിക്ക് ഫ്രണ്ട് എന്ന് പറയാം, ലവർ, എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണുന്നത്. കാരണം എല്ലാം ആണ് ഈ ഒരു പേഴ്സൺ. ഓക്കെ, അവർ എത്രയൊക്കെ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ ചില സ്വഭാവങ്ങൾ കൊണ്ടും അവരുടെ ചില പെരുമാറ്റങ്ങൾ കൊണ്ടും നിങ്ങളെ മനസ്സ് കീറി മുറിഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ വെറുക്കാനോ, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ അവരുടെ അടുത്ത് നല്ല വെറുപ്പുണ്ട്, പക്ഷെ ഒരു സൈഡിൽ ഇപ്പോഴും നിങ്ങൾക്ക് അവരുടെ അടുത്ത് സ്നേഹമാണ്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ അവർക്ക് നിങ്ങളുടെ അടുത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ ലസ്റ്റ് അല്ല, ഓക്കെ, സ്നേഹമുണ്ട്, സ്നേഹമാണ് കൂടുതലും. അത് പക്ഷേ ഒരു പ്രണയം എന്നുള്ള രീതിയിലേക്കല്ല നിൽക്കുന്നത്. പ്രണയം അവിടെ കുറഞ്ഞിട്ടുണ്ട്. പ്രണയം എന്ന് പറയുന്നത് ഒരു ഹണിമൂൺ പീരീഡ് മാത്രമാണ്. ഓക്കെ, പ്രണയത്തിനേക്കാൾ ഉപരി അവർക്കൊരു സ്നേഹമാണ് നിങ്ങളുടെ അടുത്തുള്ളത്. ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം അവർക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ പ്രണയത്തിന് വേണമെങ്കിൽ ഇവിടെ വെറുതെ ഒരു പ്രണയത്തിന് ഇഷ്ടം പോലെ ആൾക്കാരെ ആർക്കാണെങ്കിലും കിട്ടും. ഓക്കെ, പക്ഷേ ഒരു റിയൽ ആയിട്ടുള്ളൊരു ട്രൂ സ്നേഹം അവർക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമാണ്
കിട്ടുക എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ട് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളൊരു തോട്ട്സ് വളരെയധികം കൂടി നിൽക്കുന്നത്. കാരണം നമുക്കെല്ലാം വാൺസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. 8 ഓഫ് വാൺസ്, 9 ഓഫ് വാൺസ്, 3 ഓഫ് വാൺസ്, ക്യൂൺ ഓഫ് വാൺസ്, ഇത്രയധികം വാൺസ് എനർജി വരുന്നത് അവർക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ തിരുത്തിയിട്ടുള്ളത് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളിൽ പലരും. ആൻഡ് ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ടോക്സിസിറ്റി, കാർമികമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ടാണ് ആ പേഴ്സണ് ആഗ്രഹമുണ്ട് മുമ്പേ നിങ്ങൾ റിലേഷൻഷിപ്പിൽ മുമ്പിലത്തെ പോലെ ആവണം, നല്ല സ്നേഹത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം അയാളിൽ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ എനർജി വന്നിട്ടുള്ളത് ആഗ്രഹം എന്നതാണ്. നിങ്ങളുടെ കൂടെ മുന്നോട്ട് ആഗ്രഹം, അത് നല്ല രീതിയിൽ എന്നുള്ളൊരു ഇതിലാണ് വന്നിട്ടുള്ളത്. പുതിയൊരു തുടക്കം, നല്ലൊരു ഫ്രഷ് എനർജിയോട് കൂടിയിട്ടുള്ള തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലോ എനർജി അതിന് സമ്മതിക്കുന്നില്ല. കാരണം അട്രാക്ഷൻ വളരെ കുറവായിട്ട്, അതായത് ആദ്യം വളരെ അട്രാക്ഷൻ കൂടി നിൽക്കുന്ന ഒരു എനർജിയിൽ കാണിക്കുന്നുണ്ട്, പിന്നീട് അവരെ അട്രാക്ഷൻ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതൊരു ഓൺ ആൻഡ് ഓഫ് മോഡിൽ അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിലും മറ്റുള്ള അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അവരോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ. ഒരു ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന 2 വ്യക്തികളെ കാണിക്കുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. ആൻഡ് ഏറ്റവും കൂടുതൽ എനർജി എനിക്ക് കിട്ടുന്നത് 25 വയസ്സിനും ഒരു 30s എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ എനർജി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഏജ് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഏജ് 30സിലായിരിക്കണം. എല്ലാവരുടെയും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. കുറച്ച് വ്യക്തികളുടെ എനർജി കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് 30 to 40 എനർജിയിൽ 25 മുതലും അവിടെ കാണിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ എനർജിയാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഒരുപാട് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് ഹേർട്ടിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തി മുമ്പ് ശ്രമിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു സമയത്ത് എന്താ പറയുക, ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങളായിട്ട് ഫോഴ്സ് ചെയ്തിട്ടായിരിക്കണം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക. നിങ്ങളെന്നെ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പോൾ ആ പേഴ്സൺ എനിക്ക് അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എപ്പോഴും നിന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഇമോഷൻസിനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വരുന്നുണ്ട്. നിങ്ങളുടെ പണ്ടത്തെ കുറച്ച് എന്തോ ഒരു ഡീറ്റെയിൽസ് എന്നല്ല, നിങ്ങൾ പണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്തെ എന്തോ ഒരു അവരുടെ മെമ്മറിയിൽ മെമ്മറൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അവരുടെ കയ്യിൽ, ചിലപ്പോൾ നിങ്ങളുടെ പണ്ടത്തെ ഒരു ഫോട്ടോ ആയിരിക്കണം, അല്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും ഒരു ചാറ്റിൻ്റെ ഏതൊരു ചെറിയ ഭാഗമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എനർജി അവർക്ക് അഗെയിൻ ആ ഒരു എനർജി അവരെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്.